മണി 11:15. ഇപ്പം നോർത്ത് ഗോവയിലാണ്, കാൻഡോലും എന്ന സ്ഥലത്താണ്. എന്നാൽ രാത്രി ഇവിടാണ് ഒന്ന് സ്റ്റേ അടിച്ചത്. ഇപ്പോൾ നോർത്തിലെ ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ എങ്കിലും ഗോവയിൽ നല്ല മഴയും മൺസൂൺ. സമയം 1:30. ഇന്ന് 22 ജൂൺ 2024. ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ്. ഇപ്പം ഇത് അഗോഡ ഫോർട്ട് ഗോവയിലാണ്, നോർത്ത് ഗോവ. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, ലോക്കൽ ടൂറിസ്റ്റ് ആൻഡ് ഇന്ത്യൻസ്. കുറേ ഊളകൾ അവിടെ പോയിട്ട് ഓലിയൊക്കെ ഇടുന്നുണ്ട്. അറേബ്യൻ സീ ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആണിത്. നമ്മുടെ നാട്ടിലൊക്കെ വീട് പണിയുന്ന വെട്ടുകല്ല് തന്നെ ഇത്. ഇതാണ് അഗോഡ ഫോർട്ട്. ഫോർട്ട് premise looks beautiful, well maintained. ആൾക്ക് 25 രൂപയാണ് എൻട്രി ഫീസ്. കാർ പാർക്കിംഗ് 100 രൂപ. ഇപ്പം മണി 2:10. പയ്യ അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവിടുന്ന് പോയേക്കുവാണ്. 19 ടൂറിസ്റ്റ് ഉണ്ട്. വീക്കെൻഡാണ്, അതിൻ്റെ ഒരു ടൂറിസ്റ്റ് ഫ്ലോ ഉണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. ഈ ഫോർട്ട് ബേസിക്കലി ദിസ് ഇസ് അഗോഡ ഫോർട്ട്. ഇത് ബേസിക്കലി പോർച്ചുഗീസുകാർ ഈ ഡച്ചുകാരുടെ അധിനിവേശം തടയാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഡച്ചുകാരും പ്രശ്നക്കാരായിരുന്നു. അപ്പം അവന്മാരെ ഒതുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ഫോർട്ടായത്. സമയം 4:20. ഇത് ലൊക്കേഷൻ നോർത്ത് ഗോവയിൽ കൊക്കോ ബീച്ച്. ഫിഷിംഗ് വില്ലേജ് ആണ്. വലിയ തിരക്കും പാടൊന്നുമില്ല. ടൂറിസ്റ്റുകളുടെ അങ്ങനെയുള്ള ബഹളമോ കാര്യങ്ങളൊന്നും ഈ ഏരിയയിലില്ല. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നമ്മുടെ നാട്ടിലെ കമ്പുവല ഇവിടെയുണ്ട് ഈ പരിപാടി. വല ഇങ്ങനെ വലിച്ചു കയറ്റുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ടോ? ഗോവയിലെ നാട്ടിൻപുറ വഴികൾ. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പം ഇങ്ങനെയുള്ള വഴികൾ അന്യമാണ്. സമയം 5:45. അങ്ങനെ കാൻഡോലിം ബീച്ച് എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് കാൻഡോലിം ബീച്ച്. ഇപ്പോൾ കടൽ ഹൈറ്റൈഡാണ്, കയറി കിടക്കുക. നല്ല ടൂറിസ്റ്റിൻ്റെ ഒഴുക്കുണ്ട്. വീക്കെൻഡ്. അങ്ങനെ കാൻഡോലിം ബീച്ച് എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് കാൻഡോലിം ബീച്ച്, നോർത്ത് ഗോവ. ഇതെന്തോടെ ഉണ്ടാക്കിയിരിക്കുന്ന കിണറും. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇതാണ് സുവാരി നദി, സുവാരി റിവർ. ഇത് നാഷണൽ ഹൈവേ 66 ആണ്. സമയം 7:30. സൗത്ത് ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഫ്രം നോർത്ത് ഗോവ.